നിങ്ങൾ ഈ ഒരു കൺസോളിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഒരു ഡിസ്പ്ലേയിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വാഹനം ഇലക്ട്രിക് ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ബാറ്ററിയിൽ നിന്ന് ചാർജ് എടുത്ത് മോട്ടോർ വർക്ക് ചെയ്യുകയാണ്. അങ്ങനെയാണ് വാഹനം വർക്ക് ചെയ്യുന്നത്. ഞാൻ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടോ, ഇതുണ്ട്, തിരിച്ച് ചാർജ് കയറുകയാണ്. അതായത് റീജനറേഷൻ ആണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ആക്സിലേറ്ററിൽ കാല് കൊടുക്കുന്ന സമയത്താണ് റെഡ് കളറിലെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് എഞ്ചിൻ വർക്ക് ആയതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത്രയും മോഡുകളിലാണ് ഈ വാഹനം വർക്കാകുമെന്ന് പറഞ്ഞാൽ, സ്പീഡ് കൂടുന്നതിനനുസരിച്ച് IC എഞ്ചിൻ ഓണാക്കുകയാണ് ചെയ്യുന്നത്. സ്പീഡ് കുറഞ്ഞു പോകുന്ന സമയത്ത് ഇലക്ട്രിക്കലാണ് വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാൻ പറ്റും. എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റൊമേഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ടൊയോട്ടയുടെ ഒരു കിടിലൻ വാഹനമായിട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ടേസറിൻ്റെ ലോഞ്ചൊക്കെ ചെയ്ത് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഒരു ആക്ഷേപം കേട്ടു, ടൊയോട്ട ഇന്ത്യയിൽ വന്നതിന് ശേഷം മാരുതിയായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അവരുടെ വില കുറയുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കമൻറ്റുകൾ കണ്ടു. അപ്പം ഒറിജിനലായിട്ട് ടൊയോട്ടയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ വാഹനത്തിൻ്റെ റിലയബിലിറ്റിയെക്കുറിച്ചും അല്ലെങ്കിൽ വാഹനത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഹൈബ്രിഡ് കാറിനെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ടൊയോട്ടയുടെ ഏറ്റവും പുതിയ 2024 ക്യാമറയാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ, അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജുകൾ എല്ലാം ഒന്ന് ഫോളോ ചെയ്യാനൊന്ന് മറക്കരുത്. അപ്പം ക്യാമറയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് 1980 കാലഘട്ടങ്ങൾ മുതൽ ഉണ്ടായിരുന്നൊരു വാഹനമാണ് ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ടും അതിൻ്റെ പൈതൃകത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ലെഗസിക്ക് യാതൊരു കുറവുമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. വേൾഡിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് വാഹനമായിട്ടാണ് ക്യാമറയെ കണക്ക് കൂട്ടുന്നത്. വേൾഡിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഹൈബ്രിഡ് വാഹനം ഇത് തന്നെ. ഹൈബ്രിഡ് എന്ന് ഞാൻ കുറേ നേരം കൊണ്ട് പറയുന്നുണ്ടെങ്കിലും എന്താണ് ഹൈബ്രിഡ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ അറിയില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞുതരാം. ഹൈബ്രിഡ് എന്ന് പറയുന്നത് പൊതുവെ രണ്ട് സംവിധാനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കേസിൽ എന്താണ് രണ്ട് സംവിധാനങ്ങൾ നോക്കാം. പ്രത്യേകിച്ച് ഈ വാഹനത്തിൻ്റെ ഒരു ഈ പറയുന്ന ഇതൊരു ഇലക്ട്രിക് കാറായിട്ടും അതോടൊപ്പം തന്നെ നമുക്കൊരു എഞ്ചിനുള്ള കാറായിട്ടും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇലക്ട്രിക് വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു, പക്ഷേ പല ടെൻഷൻ കൊണ്ട് ഇലക്ട്രിക് വാങ്ങിക്കുന്നില്ല. അപ്പോൾ അവർക്കുള്ളൊരു പരിഹാരമാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാധാരണ ഒരു വാഹനത്തെക്കാളും ഇരട്ടി മൈലേജ് തരുന്നതും ഹൈബ്രിഡാണ്. കാരണം ഇലക്ട്രിക് കാറുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും എക്കണോമിക്കായിട്ട് ഓടിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഈ ഒരു വാഹനം നമുക്കൊരു ഇലക്ട്രിക് മോഡിൽ നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിന് കുറച്ചുകൂടെ പവർ വേണ്ടുന്ന സമയത്ത് വാഹനം എഞ്ചിനിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ വാഹനത്തിനകത്തുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വേൾഡിലെ ഏറ്റവും മികച്ച ഹൈബ്രിഡ് കാറാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള സംവിധാനങ്ങളൊന്ന് പറയാം. അതിനുശേഷം നമുക്ക് ഈ വാഹനത്തിലെ ലുക്കുകളിലേക്കൊക്കെ ഒന്ന് പോകാം. ഈ വാഹനത്തിനകത്ത് 245 വോൾട്ടിൻ്റെ ഒരു നിക്കൽ മെറ്റൽ ഹൈഡ്രൈഡ് ആയിട്ട് വരുന്ന ഒരു ബാറ്ററിയാണ് വാഹനത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അത് ഈ ഒരു വാഹനം സെൽഫ് ചാർജിങ് ആയിട്ടുള്ള വാഹനമാണ്. അപ്പം ഇതിനകത്തൊരു എഞ്ചിനും ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു മോട്ടറും, രണ്ട് സംവിധാനങ്ങളാണുള്ളത്. അപ്പോൾ നോർമലി ഈ ഒരു വാഹനം ചെറിയ സ്പീഡുകളിൽ പോകുന്ന സമയത്ത് ഏകദേശം 40 മുതൽ 70 കിലോമീറ്റർ വരെ 0 to 40 to 70 കിലോമീറ്റർ വരെയുള്ള സമയങ്ങളിൽ നമ്മൾ പതുക്കെ ക്രൂയിസ് ചെയ്ത് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സിറ്റിയിൽ കൂടെ പോകുന്ന സമയത്ത് വാഹനത്തിൻ്റെ ബാറ്ററിയിൽ നിന്നുള്ള ചാർജ് ആയിരിക്കും എടുക്കുക. അപ്പം എഞ്ചിൻ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ആ ബാറ്ററി ചാർജ് ആയിരിക്കുന്ന ആ ചാർജിങ് കണ്ടീഷൻസൊക്കെ നോക്കും കേട്ടോ, എത്ര നേരം ഓടും എന്നുള്ള. ബാറ്ററിയുടെ ചാർജ് കുറയുന്നതനുസരിച്ച് എഞ്ചിൻ ഓൺ ആകും. എങ്കിലും ഈ ലോവർ സ്പീഡുകളിൽ വാഹനം പോകുന്നത് കൂടുതലായിട്ടും EV മോഡിലായിരിക്കും പോകുന്നത്. അതിനുശേഷം ഒരു 40ക്ക് മുകളിൽ നമ്മൾ കൂടുതൽ ആക്സലറേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ 70ക്ക് മുകളിൽ നല്ലൊരു ആക്സലറേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വാഹനത്തിന് എഞ്ചിൻ ഓടാകുകയും ആ എഞ്ചിൻ്റെ പവറിൽ വാഹനം പോവുകയും ചെയ്യും. അത് നല്ല സ്പീഡിൽ ഇങ്ങനെ പോകും. ഇനി 100ൻ്റെ ഒക്കെ എബോവ് പോകുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ പവർ വേണ്ട സമയത്ത് ഈ വാഹനത്തിനകത്ത് ഹൈബ്രിഡ് സിസ്റ്റം വീണ്ടും വർക്ക് ചെയ്യും. എഞ്ചിൻ്റെ ഒപ്പം തന്നെ വീണ്ടും മോട്ടർ വർക്ക് ചെയ്ത് വാഹനത്തിന് നല്ല പവർ കിട്ടുന്നതാണ്. ഇതിൻ്റെ പവർ ഫിഗേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കമ്പൈൻഡ് ആയിട്ട് ഇപ്പോൾ ഈ പറയുന്ന മോട്ടർ പ്ലസ് ബാറ്ററിയുടെ ഒരു ഫുള്ളായിട്ടുള്ള ഒരു പവർ ട്രെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 218 ഹോഴ്സ് പവർ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ 221 Nm ടോർക്കും വാഹനം ഡെലിവറി ചെയ്യും കമ്പൈൻഡ് ആയിട്ട് വരുന്ന സമയത്ത്. അപ്പം അത്രയും രസമാണ് ഈ വാഹനം ഓടിക്കുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് EV മോഡിൽ ഓടിക്കുന്ന സമയത്ത് ഒരു സൗണ്ടും ഉണ്ടാകത്തില്ല, ഒരു പുകയൊന്നും ഉണ്ടാകത്തില്ല. വളരെ കൂളായിട്ട് സിറ്റിക്ക് അതോടെ നമുക്ക് ഓടിച്ചു പോകാം. പെട്രോൾ അല്ലെങ്കിൽ ഫ്യൂവൽ ഇതിനകത്ത് വാഹനത്തിനകത്ത് എടുക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ പവർ വേണ്ട സമയത്ത് വാഹനത്തിൻ്റെ വന്യമായിട്ടുള്ള ഒരു രൂപമാറ്റത്തിലേക്ക് വരുന്നു, എഞ്ചിൻ ഓൺ ആകുന്നു, പിന്നെ വണ്ടി വെടിക്കുറ്റി പോലെ പോകുന്നു എന്നുള്ളതാണ് അടുത്തൊരു പ്രത്യേകത. ഇനി നല്ല രീതിയിൽ വീണ്ടും പവർ വേണമെന്നുണ്ടെങ്കിൽ മോട്ടറും കൂടെ ഇതിനൂടെ സപ്പോർട്ട് ചെയ്തിട്ട് വാഹനം ജെറ്റ് പോലെ പോകുന്നതായിരിക്കും. അപ്പം ഇങ്ങനെയുള്ളൊരു കോമ്പിനേഷനിലാണ് ഈ ഹൈബ്രിഡ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 5 മീറ്റേഴ്സ് അടുത്ത് വരുന്നൊരു വാഹനമാണ്. 4885 മില്ലിമീറ്റർ വാഹനത്തിൻ്റെ മൊത്തം ലെങ്ത് ഉണ്ട്. അതുപോലെ 2825 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ വീൽ ബേസ് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു വാഹനമാണ്. പിന്നെ ടൊയോട്ടയുടെ ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് കാർ പോലെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ലൈക്ക് ഇതൊരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ഒരു കാറാണ്. അത്യാവശ്യം കുറേ ഫീച്ചേഴ്സൊക്കെ ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. ഏറ്റവും ഉപരിയായിട്ട് പറയേണ്ടത് ഈ ഹൈബ്രിഡിൻ്റെ ഈ അഡ്വാൻറ്റേജസ് തന്നെയാണ്.
അപ്പോൾ ഈ രണ്ട് സംവിധാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇതിൻ്റെ മൈലേജ് ഏകദേശം കിട്ടുന്നത് 19.1 കിലോമീറ്ററാണ്. ഇത്രയും പോലെ വലിയൊരു വാഹനത്തിന്, പവർഫുൾ ആയിട്ടുള്ളൊരു വാഹനത്തിന് കിട്ടുന്നത് അങ്ങനെയാണ്. കാരണം ഇത് 2.5 ലിറ്റർ ആയിട്ട് വരുന്ന എഞ്ചിൻ വരുന്നൊരു വാഹനമാണ്. ഇനി ഈ വാഹനത്തിൻ്റെ ഡിസൈനിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫ്രണ്ട് ഫേസ് ആണ്. ഏറ്റവും എടുത്ത് നമ്മുടെ കണ്ണിലേക്ക് വരുന്നത് ടൊയോട്ടയുടെ ആ മനോഹരമായിട്ടുള്ള ലോഗോ തന്നെയാണ്. അപ്പോൾ ആ ലോഗോയ്ക്ക് ചുറ്റും ഒരു ബ്ലൂ കളറുണ്ട്. അത് ശരിക്കും ഹൈബ്രിഡിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ആ ബ്ലൂ കളർ എന്ന് പറയുന്നത്, ആ സംവിധാനം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് വശത്തേക്കും ചിറകുകൾ പോലെ സ്പ്രെഡായിട്ട് നിൽക്കുന്ന ഒരു ഡിസൈൻ എലമെൻറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഹെഡ്ലൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഹെഡ് ലാംപ്സ് ആണ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതിനകത്ത് LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. ഫോളോ മീ ഫംഗ്ഷനും ഒക്കെ വരുന്നതാണ് ആ ഒരു ഹെഡ് ലാംപ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് തന്നെ നമുക്കൊരു 3 ചേമ്പറിനകത്ത് നമുക്ക് DRLs നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സും വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഓരോ ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ വളഞ്ഞൊക്കെ ഇറങ്ങി പോകുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഡിസൈൻ എലമെൻറ്റ്സ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ വലിയ ഒരു ബമ്പർ ഏരിയയാണ് വരുന്നത്. എയർഡാമിൻ്റെ പോർഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഗ്രില്ല്, ഒരു ഷേപ്ഡ് ആയിട്ട് വരുന്ന ലൈക്ക് ഇതുണ്ടോ കാസ്കേഡിംഗ് ആയിട്ട് വരുന്ന ഒരു സൈസ് ഗ്രില്ലുകളാണ് ഇതിൻ്റെ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ഹുഡ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്താണ് ആ മോട്ടർ പ്ലസ് ഈ പറയുന്ന ബാറ്ററിയുടെ സംവിധാനങ്ങൾ വരുന്നത്. വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ വലിയ ടയേഴ്സ് നമുക്ക് കാണാം. 18 ഇഞ്ച് പ്രൊഫൈലാണ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ്. ഫ്രണ്ടിലും മക്ഫേഴ്സിൻ്റെ സ്ട്രട്ടുകളും ബാക്കിൽ ഡബിൾ വിഷ് ബോണാണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരുന്ന സസ്പെൻഷനാണ്. അപ്പോൾ വളരെ യാത്രാസുഖമുള്ളൊരു വാഹനമാണ്. പിന്നെ അലോയ് വീൽസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മനോഹരമായിട്ടുള്ള ഒരു ഗൺമെറ്റൽ കളറുള്ള ഒരു അലോയ് വീൽസാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫെൻഡറിൻ്റെ പോർഷൻസിലേക്കൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ഹൈബ്രിഡ് എന്നുള്ള ഒരു റൈറ്റിംഗ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. വാഹനം ഹൈബ്രിഡ് ആണെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വാഹനത്തിന് ഒരുപാട് ഹൈറ്റ് ഒന്നും ഇല്ല. ആക്ച്വലി നമുക്കറിയാം ഇത് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സെഡാൻ ഇഷ്ടപ്പെടുന്നവർക്കാണ് ഈ വാഹനം കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക. നല്ല രീതിയിൽ നമുക്ക് ക്രൂസ് ചെയ്യാൻ പോകാൻ പറ്റുന്ന ഒരു വാഹനമാണ്. നമുക്ക് മുകളിൽ തന്നെ നമുക്കവിടെ സൺറൂഫും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അകത്ത് കയറുന്ന സമയത്ത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതുപോലെ തന്നെ ഗ്ലാസ്സിലേക്കൊക്കെ വരുവാണെങ്കിൽ ടിൻറ്റഡ് ആയിട്ട് വരുന്ന ഗ്ലാസ്സസ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഉണ്ട് ഈ വശത്തും ഒക്കെ ഒരു ബെൽറ്റ് ലൈൻ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ നമുക്ക് ഇവിടെ ഈ ഒരു വാഹനത്തിൻ്റെ മിറേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോഡി കളർഡായിട്ട് വരുന്ന മിറേഴ്സാണ്. അതുപോലെ തന്നെ നമുക്ക് വാഹനത്തിനകത്ത് ഒരു ടേൺ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ സിൽവർ ഫിനിഷിലുള്ള അല്ലെങ്കിൽ ക്രോം ഗാർണിഷിങ്ങിലുള്ള ഒരു ഡോർ ഹാൻഡിൽസും വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നതിനായിട്ട് കാണാനായിട്ട് പറ്റും. ഇവിടെ വരുവാണെങ്കിൽ ഫ്യൂൽ ടാങ്ക് കാണാം. 50 ലിറ്ററാണ് ഫ്യൂൽ വരുന്നത്. തൊട്ട് താഴെ വരുന്ന സമയത്ത് നമുക്ക് ബാക്ക് സൈഡിലെ സെറ്റ്സ് ഓഫ് ടയേഴ്സ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ഒരു ബാക്ക് പ്രൊഫൈലിലേക്ക് വരാം. വളരെ കൂപ്പേ ഡിസൈനിലാണ് ഒരു വാഹനം വന്നിരിക്കുന്നത്. നമുക്ക് നല്ലൊരു സ്ലാൻഡിങ്ങിലാണ് കംപ്ലീറ്റ് വരുന്നത്. കണ്ട് ഈ ഒരു വയസ്സൊക്കെയാണ് ഡീഫോഗറുള്ള ഗ്ലാസ്സുകൾ കാണാം. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഇവിടെയാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ലൈക്ക് ഇതിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ക്യാമറയിൽ നിന്നുള്ള റൈറ്റിംഗ് ഉണ്ട്. പിന്നെ രണ്ട് വശത്തായിട്ട് നമുക്ക് ടെയിൽ ലാമ്പുകൾ കാണാം. അത് നല്ല ഒരു ഡിസൈനിലാണ് ടെയിൽ ലാമ്പുകൾ കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ബൂമറാൻ ഷേപ്പിലുള്ള ഒരു ടെയിൽ ലാംപ്സാണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസിലേക്ക് നോക്കാം. നമുക്ക് എത്ര സ്പേസ് അവിടെ കിട്ടുന്നുണ്ടെന്ന് നോക്കാം. അത്യാവശ്യം വളരെ വലിയൊരു സ്പേസാണ്. 580ഓളം ലിറ്റർ ബൂട്ട് സ്പേസ് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടം പോലെ സാധനങ്ങൾ അടുക്കി വെക്കാമെന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ അടിയിലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് സ്പെയർ ടയേഴ്സ് എന്ന് കൊടുത്തിരിക്കുന്നതായിട്ട് സ്പെയർ ടയർ ഉണ്ട് കേട്ടോ. ഇതിനടിയിലാണ് സ്പെയർ ടയർ ഇരിക്കുന്നത്. ഇതാണ് സ്പെയർ ടയർ വരുന്നത്. അതും അലോയ്സിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വാഹനത്തിൻ്റെ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പം പറയാനായിട്ട് നമുക്കുള്ളത്. അതുപോലെ കുറച്ച് ഹുക്കുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് പലതരത്തിലുള്ള അക്സസറീസൊക്കെ വെച്ചിട്ട് നമുക്ക് ഷൂസോ ചെരുപ്പുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നേക്കാതിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇതിനകത്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ റിവേഴ്സിൻ്റെ ക്യാമറയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനുള്ള ലൈറ്റ്സും ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോകാം. എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. വളരെ പ്രീമിയമായിട്ട് വരുന്ന ഇൻറ്റീരിയേഴ്സ് ആണെന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. അകത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരു ബീച്ച് കളറിലുള്ള ഇൻറ്റീരിയറാണ് വരുന്നത്. അപ്പം ഈ ഡോർ ട്രിം പോലെ നമുക്ക് പറയാം. ഈ ഒരു വാഹനത്തിനകത്ത് ഇവിടെ എല്ലാം സോഫ്റ്ററായിട്ട് വരുന്ന പ്ലാസ്റ്റിക്സ് ആണ്. വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെയാണ്. അതിൽ തൊട്ട് താഴെ കുറേ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ചിനകത്തൊക്കെ മെമ്മറി ഫംഗ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു 2-3 ടൈപ്പിൽ നമുക്ക് മെമ്മറി നമുക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൈറ്റിനും നമ്മുടെ രീതിക്ക് അനുസരിച്ച് വാഹനത്തിന് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരും എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഗ്ലാസ് വിൻഡോയുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ സ്പീക്കേഴ്സിലേക്ക് വരികയാണെങ്കിൽ 9 സ്പീക്കേഴ്സാണ് വരുന്നത്. നമുക്ക് JBLൻ്റെ സ്പീക്കേഴ്സാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
ഇനി നമുക്ക് വാഹനത്തിൻ്റെ സീറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ലെതറേറ്റ് ആയിട്ട് വരുന്ന സീറ്റുകളാണ്. നമുക്ക് ഈ ഒരു ഡ്രൈവർ സീറ്റ് നമുക്ക് 10 വേയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നമ്പർ സപ്പോർട്ട് ഉണ്ടെന്നുള്ളതാണ്. കണ്ടോ, നമുക്ക് ഇതൊക്കെ നമ്പർ സപ്പോർട്ടുള്ള സ്വിച്ചസ് ആണ്. ഹൈറ്റ് പൊക്കാനും ഹൈറ്റ് മാറ്റാനും ഒക്കെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ വെന്റിലേറ്റഡ് ആയിട്ട് വരുന്ന സീറ്റുകളാണ്. പെർഫോറേഷൻസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ സ്വിച്ചസ് ഒക്കെ നടുക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് വാഹനത്തിൻ്റെ നമുക്ക് പെട്ടെന്ന് തണുപ്പിക്കണം എന്നുണ്ടെങ്കിൽ സീറ്റുകളിൽ കൂടെ കാറ്റ് വന്ന് നമ്മുടെ പുറമൊക്കെ ഒന്ന് തണുപ്പിക്കുന്നതായിരിക്കും. പിന്നെ ഈ വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ പവർ ബട്ടൺ കാണും. പവർ ബട്ടൺ ഒരു ബ്ലൂ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. എ സിയുടെ വെൻറ്റുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു വാഹനത്തിനകത്ത് ഒരു ഹെഡ്സപ്പ് ഡിസ്പ്ലേ ഉണ്ട്. അത് കയറുന്ന സമയത്ത് കാണിക്കാം. അതുപോലെ ട്രാക്ഷൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വശത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇനി ബാക്കിയുള്ള കാഴ്ചകൾ അകത്തുനിന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും പുതിയ ക്യാമറയുടെ അകത്ത് നമ്മളിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡാഷ്ബോർഡും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി. കാരണം ഒരു പ്രത്യേക ഒരു ഷേപ്പിലൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡ് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ കണ്ടിട്ടില്ലാത്ത ടൈപ്പുള്ള ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് സോഫ്റ്റ് ആയിട്ട് വരുന്ന പ്ലാസ്റ്റിക്സ് ആണ്. ഇവിടേക്ക് ഒരു വുഡൻ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു 9 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എ സിയുടെ വെൻറ്റുകളും കാര്യങ്ങളൊക്കെ കാണാം. എ സിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 3 സോൺ എ സിയാണ്. അതായത് ഈ വശത്ത് ഒരു ക്ലൈമറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാം, ഈ വശത്ത് ഒരു ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാം, അതുപോലെ ബാക്ക് റോയിൽ വേറൊരു ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാം. അപ്പോൾ 3 ടൈപ്പിലുള്ള നമുക്ക് ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഈ വാഹനത്തിനകത്തുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് നാനോ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട്. ലൈക്ക് ഇതുപോലെ അയണൈസേഷനാണ് പറയുന്നത്. നമ്മുടെ ഈ ഒരു എയർ പ്യൂരിഫിക്കേഷൻ്റെ ഒരു എയർ ക്വാളിറ്റി ഇൻഡെക്സ് കൂട്ടുന്നതിനുള്ള ഒരു അയണൈസേഷൻ മെത്തേഡുകളൊക്കെയാണ് ഈ ഒരു വാഹനത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ടെക്നോളജിയുടെ കാര്യത്തിൽ ഇവരെയൊന്നും എല്ലാം ആരും ഇല്ലെന്നുള്ളൊരു കാര്യം അറിയാം. അത്യാവശ്യം നല്ലൊരു സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കുറേ സംവിധാനങ്ങളൊക്കെ നമുക്കറിയാം. ഇതിനകത്തൊന്നും കൂടുതലായിട്ട് പറയാനില്ല. JBL ആണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വയർലെസ് ചാർജേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 12 വോൾട്ടിൻ്റെ ചാർജർ നമുക്കിവിടെ കാണാം. അതുപോലെ നമുക്കൊരു USB ചാർജിങ് പോയിൻറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊരു കവറിംഗ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വളരെ മനോഹരമായിട്ട് അങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി വാഹനത്തിനകത്ത് ഇവിടെ വരുവാണെങ്കിൽ 2 കപ്പ് ഹോൾഡേഴ്സ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. വാഹനത്തിൻ്റെ കീസാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ക്യാമറയിൽ നിന്നുള്ള ഇരുത്തോടുകൂടി ഒരു കീ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ ഗിയർ ബോക്സിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ECVT ആണ് വരുന്നത്. അതായത് നമ്മൾ ഹൈബ്രിഡ് കാറുകളിലാണ് ECVT വരുന്നത്. ആ ട്രാൻസ്മിഷനാണ് കണ്ടിന്യൂസ് വേരിയബിൾ ആയിട്ട് വരുന്ന ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് ഇങ്ങനെ ഉള്ള ഒരു ഷിഫ്റ്റിംഗ് മോഡുകളും കാര്യങ്ങളൊക്കെയാണ്. ഇത് കൂടാതെ വാഹനം ഓടിക്കുന്നതിന് നമുക്ക് ഒരു 3 മോഡുണ്ട്. ഈക്കോ, നോർമൽ, സ്പോർട്ട് ഇങ്ങനെ 3 മോഡുകൾ നമുക്ക് വാഹനം ഓടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൂടാതെ ഒരു EV മോഡുണ്ട്. നമുക്ക് വാഹനം EV മോഡിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് ഒരു EV മോഡ് സംവിധാനം അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ബ്രേക്കിൻ്റെ ഹോൾഡും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. അതുപോലെ ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ 2 സീറ്റിൻ്റെ വെന്റിലേഷൻസിൻ്റെ ഫാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഓഫ് ആക്കാനും ഓൺ ആക്കാനുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ സീറ്റ് ഓൺ ആയിരിക്കുന്നതുകൊണ്ടാണ് ഈ 3 ബട്ടൺ അവിടെ നമുക്ക് കണ്ട് സാധിക്കുന്നത്. ഇവിടെ നമുക്ക് വലിയൊരു ആംബ്രസ്റ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആംബ്രസ്റ്റിന് അടിയിലായിട്ട് തന്നെ നമുക്കൊരു വലിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കാണാം. അത്യാവശ്യം ഡീപ്പറായിട്ട് വരുന്ന സ്റ്റോറേജ് സ്പേസാണ്. കുറേ സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. ഈ വശത്തെ വാഹനത്തിൻ്റെ ഗ്ലോ ബോക്സ് ആണ്. അത് നമുക്ക് അവിടെ താക്കോൽ വെച്ച് പൂട്ടി വെക്കാവുന്ന രീതിയിലുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഗ്ലോ ബോക്സും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനി പ്രധാനപ്പെട്ട സ്റ്റിയറിങ്ങിനെ കുറിച്ചും ഈ ഒരു വശത്തെക്കുറിച്ചും ഒന്നും നമ്മൾ സംസാരിച്ചിട്ടില്ല. സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലെതർ റാപ്ഡ് ആയിട്ട് വരുന്ന സ്റ്റിയറിംഗ് ആണ്. ടൊയോട്ടയുടെ ലോഗോ നമുക്ക് കാണാം. സ്റ്റിയറിംഗ് മൗണ്ടഡ് ആയിട്ട് വരുന്ന കൺട്രോളുകളും കാര്യങ്ങളൊക്കെ ലെഫ്റ്റും റൈറ്റിലും നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഈ വാഹനത്തിനകത്ത് പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ട് വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് പാനലിലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് ഒരു ഡിജിറ്റൽ പ്ലസ് നമുക്കൊരു അനലോഗ് ആയിട്ടാണ് വരുന്നത്. ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് ടോപ്പ് സ്പീഡ് 240 ഒക്കെ വരെ കാണിക്കുന്നുണ്ട്. ശരിക്കും ഈ വാഹനം 200+ കിലോമീറ്റർ ഒക്കെ ക്രൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വാഹനമാണ്. കാരണം കൊറോള ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ ലൈക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ഓടിക്കാൻ പറ്റുന്ന വാഹനമാണ്. 180 ഒക്കെ പലരും ഓടിച്ചതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ വാഹനം എന്താണെങ്കിലും 200 മുകളിലൊക്കെ ഓടിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനമാണ്. പ്രത്യേകിച്ച് എഞ്ചിൻ പ്ലസ് മോട്ടറിൻ്റെ കോമ്പിനേഷൻ വരുന്ന സമയത്ത്. ഈ വയസ്സിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് അവിടെ വാഹനത്തിനകത്ത് നമുക്ക് അതിൻ്റെ പവർ ട്രെയിൻസും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഈ വാഹനം ഓടുന്ന സമയത്ത് തന്നെ വാഹനം ബാറ്ററിയിലാണ് ഓടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ എഞ്ചിനിലേക്ക് സ്വിച്ച് ചെയ്യുന്നതെല്ലാം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റും. ഓടുന്ന സമയത്ത് ഞാനതൊന്ന് കാണിച്ചു തരാം. അതുപോലെ നമ്മൾ ഈ ഒരു റൂഫിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോ IRVM ആണ് വരുന്നത്. നമുക്ക് ഓട്ടോ ഡിമ്മിങ് ആയിട്ട് വരുന്നതാണ്. ഈ 2 വശത്തും നമുക്ക് ഈ ഒരു സൺവൈസേഴ്സ് കാണാം. 2-നകത്തും വാനിറ്റി മിറേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഇനി നമുക്ക് ഈ വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാം. നല്ല ഒരു ക്രിസ്റ്റൽ ജെൽഡായിട്ട് വരുന്ന നമുക്ക് റീഡിംഗ് ലാംപ്സ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ നമുക്ക് ഇവിടെ സൺറൂഫ് ഓപ്പൺ ചെയ്യാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണുന്നത്. ടിൽറ്റ് ആൻഡ് അഡ്ജസ്റ്റബിൾ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ടിൽറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ സംഭവങ്ങൾ വരുന്നത്. അപ്പം
അതും കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അപ്പ് ആൻഡ് ഡൗൺ ഉള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം എല്ലാ സംവിധാനങ്ങളുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് നമ്മൾ കൺസേൺ ആണെന്നെങ്കിൽ ഒന്നും പേടിക്കേണ്ട. 9 എയർ ബാഗുകളുടെ സുരക്ഷയാണ് വരുന്നത്. ഇനി എയർ ബാഗുകളും കേർട്ടൺ എയർ ബാഗുകളും ഒക്കെ ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ വാഹനം നല്ല രീതിയിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളൊരു പ്രത്യേകതയാണ്. ഇത് കൂടാതെ തന്നെ കോമൺലി എല്ലാം ഉള്ള ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളുകൾ, അതുപോലെ തന്നെ ബ്രേക്ക് അസിസ്റ്റുകൾ, ABS CBD അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഓൾറെഡി ഈ വാഹനത്തിനകത്തുണ്ട്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ളൊരു ബോഡി ഒരു വാഹനമാണ് ശരിക്കും പറഞ്ഞാൽ ടൊയോട്ടയുടെ ഈ ക്യാമറി എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഫ്രണ്ടിൽ നിന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് സെക്കൻഡ് റോയിലേക്ക് ഒന്ന് വരാം. 2024 ക്യാമറയുടെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ ലെതറേറ്റ്സ് ഒക്കെ വളരെ പ്രീമിയം ഒരു ഫീലാണ് നമുക്ക് തരുന്നത്. അത്യാവശ്യം നമുക്ക് ഹെഡ് റൂം ഒക്കെ വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാഹനം ഓണായി കിടക്കുമായിരുന്നു. ബാറ്ററിയുടെ ചാർജ് ഡൗൺ ആകുന്നതനുസരിച്ച് എഞ്ചിൻ ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതായത് നമ്മൾ ബാറ്ററി ചാർജ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കലി സ്പീഡ് കുറവാണെന്നുണ്ടെങ്കിൽ ബാറ്ററിയിലേക്ക് മാറുന്നൊരു സംവിധാനമാണ് കാണുന്നത്. ഇപ്പോൾ എഞ്ചിനൊക്കെ താന്നിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ AC ഓണാക്കി ഇട്ടിരിക്കുന്നത് കൊണ്ട് ഒരു പവർ എടുക്കാൻ വേണ്ടിയാണ് അത് ഓണായി വന്നത്. അപ്പം ഈ ഒരു സീറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന സീറ്റുകളാണ്. അത്യാവശ്യം തൈ സപ്പോർട്ടുകളുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ കൈയൊക്കെ വെച്ചിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട്. പിന്നെ വെയിലൊക്കെ അടിച്ച് പോകാതിരിക്കാൻ ഓൾറെഡി നമുക്ക് UV കട്ട് ഗ്ലാസ് ആണ് വരുന്നതെങ്കിൽ പോലും നമുക്ക് വെയിൽ അടിക്കാതിരിക്കാനുള്ള ഒരു കേർട്ടൺ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ബാക്കിലുള്ളവർക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ള 2 പോർട്ടുകൾ നമുക്ക് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെ 2 പോർട്ടുകളുണ്ട് കേട്ടോ. രണ്ടും USB പോർട്ടുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. C പോർട്ടുകളല്ല, സാധാരണ USB പോർട്ടുകളാണ്. AC കൺട്രോൾസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഫാനും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ടൊരു പ്രത്യേകത കാണിക്കാം. നമ്മുടെ സാധാരണ എല്ലാ കാറുകളിലുള്ള ഒരു ആംബ്രസ്റ്റ്, ഈ ഒരു വാഹനത്തിനകത്തും ആംബ്രസ്റ്റും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് കുറച്ചധികം പ്രത്യേകതകളുണ്ട്. ആദ്യം ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഇതല്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ നടുക്ക് ഒരു ടാബ് പോലെ സംവിധാനം, ടാബല്ല ഒരു കൺട്രോളാണ്. ഇതെന്ന് പറയുന്നത് ഈ സീറ്റുകൾ നമുക്ക് ഈ ബാക്കിലിരിക്കുന്ന സീറ്റുകളുടെ ചാരൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ഈ വാഹനത്തിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടോട്ടിലും ബാക്കിലോട്ട് ആ ചാർ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ഇവിടുത്തെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടോ. അതായത് നമ്മളിതൊരു 3 സോൺ ആയിട്ടുള്ള AC ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഫ്രണ്ടിൽ 2 കൺട്രോളുകളും ഇത് വേറെ, ഇവിടെയും വേറെ ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഓഡിയോ കൺട്രോൾസും കാര്യങ്ങളൊക്കെ, അതായത് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ നമ്മുടെ പാട്ടുകൾ കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പിന്നെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഷെയ്ഡ് എന്നുള്ള ബട്ടൺ. ഇത് പ്രസ് ചെയ്യുന്ന സമയത്താണ് ബാക്കിൽ കണ്ടോ ആ ഒരു സാധനത്തിൻ്റെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം. ഇതൊക്കെ പുതിയൊരു ഫെസിലിറ്റി, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളെ കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ അപ്പുറത്തെ സീറ്റുകളുടെ കൺട്രോൾസാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പാനലിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നല്ല പ്രീമിയം ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് അല്ലേ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് റൂഫിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയും നമുക്ക് നല്ല ജ്വൽഡ് ആയിട്ട് വരുന്ന നമുക്ക് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ വാഹനത്തിന് പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊന്ന് ഓടിച്ച് നോക്കാം. ഏറ്റവും പുതിയ ക്യാമറി നമ്മൾ ഡ്രൈവ് ചെയ്യാണ്. ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രത്യേകതകൾ കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. നിങ്ങൾ ഈ ഒരു കൺസോളിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഒരു ഡിസ്പ്ലേയിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വാഹനം ഇലക്ട്രിക് ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ബാറ്ററിയിൽ നിന്ന് ചാർജ് എടുത്ത് മോട്ടർ വർക്ക് ചെയ്യുകയാണ്. അങ്ങനെയാണ് വാഹനം വർക്ക് ചെയ്യുന്നത്. ഞാൻ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടോ, ഇതുണ്ട്, തിരിച്ച് ചാർജ് കയറുകയാണ്. അതായത് റീജനറേഷൻ ആണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ആക്സിലേറ്ററിൽ കാല് കൊടുക്കുന്ന സമയത്താണ് റെഡ് കളറിലെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് എഞ്ചിൻ വർക്ക് ആയതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത്രയും മോഡുകളിലാണ് ഈ വാഹനം വർക്കാകുമെന്ന് പറഞ്ഞാൽ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് IC എഞ്ചിൻ ഓണാക്കുകയാണ് ചെയ്യുന്നത്. സ്പീഡ് കുറഞ്ഞു പോകുന്ന സമയത്ത് ഇലക്ട്രിക്കലാണ് വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാൻ പറ്റും. ഈ വാഹനം ഈ ഓടുന്ന സമയത്ത് തന്നെ, അതായത് എഞ്ചിൻ ഓണാകുന്ന സമയത്ത് ബാറ്ററിയിലേക്ക് തിരിച്ച് ചാർജ് കയറിക്കൊണ്ടിരിക്കും. അപ്പം എപ്പോഴും ബാറ്ററി, നമ്മുടെ ഒരു IC എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ബാറ്ററി ഓൺ ആയിരിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അല്ല, ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ സെൽഫ് ചാർജ് നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു യാത്രാസുഖത്തെക്കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല യാത്രാസുഖമുള്ളൊരു വാഹനമാണ്. പ്രത്യേകിച്ച് സെഡാൻ ഓടിച്ചിട്ടുള്ളവർക്കറിയാം. ഭയങ്കര ഒരു സീറ്റിംഗ് കംഫോർട്ട് ഭയങ്കരമായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ പുറത്തിനും ബാക്കിനൊക്കെ നല്ല സപ്പോർട്ട് കിട്ടത്തക്ക രീതിയിൽ വളരെ ഇച്ചിരി ഹൈറ്റ് കുറവാണ്. അപ്പോൾ അകത്തേക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമുള്ളവർക്കൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും, ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ പോലും. ഇപ്പോൾ നമ്മുടെ ഒരു നാട്ടിലെ ട്രെൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ SUV പോലെ വാഹനങ്ങളാണ്. എങ്കിൽ പോലും സെഡാനൊക്കെ ഇത് കിങ് ഓഫ് സെഡാൻ ആണ് ഈ വാഹനത്തിന് അറിയപ്പെടുന്നത് പറഞ്ഞാൽ. സെഡാൻ്റെ ഒക്കെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോഴും സെഡാനെ ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണ്? SUV പോലത്തെ ഒരു വാഹനമാണോ, സെഡാൻ പോലൊരു വാഹനമാണോ എന്നുള്ളതൊന്ന് കമൻറ്റ് വേണമെന്ന് പറഞ്ഞേക്കണേ. ഇപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ എന്താണ്ട് വീണ്ടും റിട്ടേൺ ആയിട്ട് റീജനറേഷൻ വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പം മെല്ലെ നമ്മൾ ആക്സിലേറ്ററിൽ കാല് കൊടുക്കുന്ന സമയത്ത് വീണ്ടും വാഹനത്തിൻ്റെ മോട്ടർ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം നമുക്ക് ഇനി ഒരു പ്ലെയിൻ റോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വാഹനം നമ്മുടെ ഒരു ആക്സിലറേഷൻ കാര്യങ്ങൾ നോക്കാം. നമ്മളൊന്ന് കാല് കൊടുത്ത് നോക്കാം. കേട്ടോ, വാഹനം നമ്മൾ കാല് കൊടുക്കുന്ന സമയത്ത് സ്പീഡ് കയറുന്ന കേട്ടോ.
വളരെ ഫാസ്റ്ററായിട്ടാണ് വാഹനത്തിൻ്റെ സ്പീഡ് കയറുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു ടോപ്പ് നല്ല സ്പീഡിലേക്കൊക്കെ വരും, 100 അബോവിലേക്കൊക്കെ വരുന്ന സമയത്താണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വാഹനത്തിൻ്റെ ഈ ഹൈബ്രിഡ് സിസ്റ്റമേ പ്രവർത്തിക്കുന്നുള്ളതാണ്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ രണ്ടും പ്രവർത്തിക്കും, അതായത് മോട്ടറും പ്രവർത്തിക്കും, അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററിയും എഞ്ചിനും പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല പവർ ഫിഗേഴ്സ് നമുക്ക് കിട്ടുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കമ്പൈൻഡ് ആയിട്ട് വരുന്ന ഈ ഒരു വാഹനത്തിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 218 ഹോഴ്സ് പവർ നമുക്ക് കമ്പൈൻഡ് ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യും. ഈ വാഹനത്തിനകത്ത് വരുന്ന TNGS ഈ സീരീസിൽ വരുന്ന ഒരു എഞ്ചിനാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ 178 PS ആണ് വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ പവർ. 2.5 ലിറ്റർ ആണ്, 4 സിലിണ്ടർ ഇൻലൈൻ ആണ് എഞ്ചിൻ വരുന്നത്. അത്യാവശ്യം നല്ല പവർഫുൾ ആണ്. അതുപോലെ തന്നെ ഒരു 219 Nm ടോർക്കും വാഹനം ഡെലിവറി ചെയ്തതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വാഹനമാണ് നമ്മൾ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മൈലേജിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതിന് ഓൾറെഡി ക്ലെയിംഡ് ആയിട്ട് 19.1 ഒക്കെയാണ് ഇത്ര വലിയൊരു വാഹനത്തിനകത്ത് മൈലേജ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഷുവറായിട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് പ്ലഷർ ആണെങ്കിലും ഭയങ്കര രസമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി വാഹനത്തിൻ്റെ വിലയെക്കുറിച്ച് പറയുമ്പോൾ എക്സ്ഷോറൂം പ്രൈസിലേക്ക് വരുമ്പോൾ 46,32,000 രൂപയോളമാണ് ഈ വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. നമുക്കിന്ന് വാഹനം തന്നിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള മെഡിക്കൽ കോളേജിനടുത്തുള്ള കൈരളി ടയോട്ടയാണ്. അപ്പോൾ അവരാണ് നമുക്ക് ഈ വാഹനം ഡ്രൈവ് ചെയ്യാൻ തന്നിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ അവർക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവുകൾക്ക് നിങ്ങൾക്ക് നേരിട്ട് അവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമ്പേഴ്സ് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പം ഈ ഒരു ക്യാമറ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്, കാരണം എബ്രോഡിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ വാഹനങ്ങൾ ഉപയോഗിച്ച് കാണുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് UAE ഉള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങൾ ഈ ക്യാമറ ഓടിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ക്യാമറ ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യണമെന്ന് പറയണം. വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു ഔട്ട്കം എന്താണെന്ന്. അതുപോലെ നമ്മുടെ ഇന്ത്യയിലുള്ളവർക്ക് എഴുതാം കേട്ടോ. ഞാൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. കൂടുതലായിട്ട് ഈ വാഹനം കണ്ടുവരുന്നത്, ഹൈബ്രിഡ് കണ്ടുവരുന്നത് പുറത്തായതുകൊണ്ടാണ്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളൊന്ന് സംസാരിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാം. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബ് മൈ ഷോ.